കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം വീഡിയോ എന്താണെന്നുള്ളത് നമ്മുടെ തംബ്നെയിൽ പോലെ തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ബീട്രൂട്ട് അരിപ്പൊടി തൈര് ചേർത്തുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പോൾ അതുക്ക് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി എൻ്റെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വേറെ നല്ല അരിപ്പൊടി. അപ്പോൾ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയും പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. അപ്പോൾ നമ്മൾ തോരൻ വെക്കാനൊക്കെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു കുറച്ച് എടുത്ത് വെച്ചാൽ മതി. ആ ഒരു സ്പൂണിന് എന്താ പറയുക, ഒന്ന് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇച്ചിരി ബീട്രൂട്ട് നീര്, അങ്ങനെ നല്ലോണം ഇളക്കി എടുക്കുക. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു പരുവത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കുക. ഈ തൈര് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത തൈരാണ് കേട്ടോ, നമ്മൾ ഉറവെക്കുന്ന തൈരാണ്. അപ്പോൾ ഇത് മൂന്നും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് അല്ലേ, അപ്പോൾ എളുപ്പമല്ലേ. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മുടെ മുഖത്തെ ടാനൊക്കെ മാറാനും എന്താ പറയുക, ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആവാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതെ, അതിനായിട്ട് നമ്മുടെ എന്താ പറയുക, ബീട്രൂട്ടും അരിപ്പൊടിയും തൈരും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവിൽ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നേരത്തെ തന്നെ മുഖമൊക്കെ നല്ലോണം കഴുകിയിട്ടുണ്ടായിരുന്നു, സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോപ്പൊന്ന് ഉപയോഗിച്ചൊന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ ആയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തോട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മുഖത്ത് നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫില്ലാത്ത ഭാഗത്തൊക്കെ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ സാധാരണ കണ്ണിൻ്റെ അടിയിലൊക്കെ തേച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് യൂട്യൂബ് തന്നെ, അവർക്കും ചാനലുണ്ട്. അപ്പോൾ അവളത് കണ്ടിട്ട് പറഞ്ഞു, എടാ നീ അതിന് കണ്ണകത്തോട്ട് ഞാനും പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പോൾ ഞാൻ പക്ഷെ തേച്ച് കൊടുക്കുന്നതാണ്, പക്ഷെ അവളങ്ങനെ പറഞ്ഞത് കൊണ്ട് ആരുടെ വാക്ക് നമ്മളൊന്ന് റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേച്ച് കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ ചുണ്ടി തേച്ച് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കെമിക്കൽസും കാര്യങ്ങളും ഇല്ലാത്തൊരു സംഭവമല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുഖത്ത് തേച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് എൻ്റെ മുഖത്ത് മാത്രമല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു മാമൻ്റെ മോളുണ്ടല്ലോ നമ്മുടെ വീഡിയോസിലേക്ക് നിൽക്കുന്ന, അപ്പോൾ മാമൻ്റെ മോക്കൂടി ഞാൻ ചെയ്തിട്ട്, അതായത് അമ്മയാ കേട്ടോ, ഇപ്പോൾ തേച്ച് കൊടുക്കാൻ പോണേ. നമ്മളിവിടെയൊക്കെ നല്ലോണം കരിവാളിപ്പുണ്ട്. നമുക്ക് ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ കാണിച്ചു തരാം. ഇത് മൊത്തം ഞാൻ തേച്ച് കണ്ട് കാണിക്കട്ടെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും തേച്ചിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയിട്ട് വരാം. ചാച്ചാ. എനിക്കിത് എന്താ പറയുക, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നേരിട്ട് ഞാൻ തേച്ച് അത്രയും അവളുടെ കഴുത്തിൽ നല്ല കരിവാളിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ തേച്ച് അത്രയും ഭാഗത്ത് വെളുത്തിരിക്കുമായിരുന്നു കേട്ടോ. കാര്യം എന്താ പറയുക, എനിക്കത് നല്ലോണം മനസ്സിലായിരുന്നു. എനിക്ക് ആ ക്യാമറയിൽ എനിക്കത് പറയാൻ പറ്റില്ല. നേരിട്ടാണ് എനിക്ക് കൂടുതലായിട്ട് അവളുടെ റിസൾട്ട് എനിക്ക് മനസ്സിലായത് കേട്ടോ. പിന്നെ എൻ്റെതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, ഈ നേരിട്ട്, അതായത് നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടിയായിരുന്നു ഗൈസ്. അത് ഇപ്പോൾ വീഡിയോയിൽ തന്നെ എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അത് കണ്ടോ, തുടക്കുമ്പോഴത്തേനും ഉണ്ടാകുന്ന നമ്മുടെ ആ മാറ്റം, ആ ചുണ്ടിന് നല്ല മാറ്റം എനിക്ക് തോന്നിയായിരുന്നു. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ മുകൾ ഭാഗത്തും ചുണ്ടിച്ചിരി നിറം വെക്കുമ്പോൾ തന്നെ നമ്മുടെ ആ മുഖത്തൊരു ചെറിയൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല, എനിക്ക് നല്ലോണം എനിക്ക് മനസ്സിലായോ തുടച്ചപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഇതൊന്നും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്താ പറയുക, അമ്മയ്ക്ക് നല്ല റിസൾട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് എനിക്ക് അവളുടെ കഴുത്തിലാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ എൻ്റെ മുഖത്ത് കണ്ടില്ലേ, സത്യം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റിസൾട്ട് കിട്ടിയായിരുന്നു ഗൈസ് അത്. ഹലോ ഗൈസ്, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാനിത് വെറുതെ പറയല്ല. ഇത് കണ്ടത് എൻ്റെ ഈ കണ്ണിൽ കുരുക്കളെന്ന് വെച്ചാൽ താരൻ്റെ തന്നെ ഈ കുരുക്കൾ. എന്നാലും എൻ്റെ ഫേസ് കണ്ടോ നല്ല സൂപ്പറായിട്ട് ഗ്ലോ ആയിട്ടില്ലേ. പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള നമ്മുടെ ഇത് ഈ ഒരു ഭാഗം, ഇത് കണ്ടോ നമ്മുടെ ചുണ്ട്. എനിക്കത് ക്യാമറയെക്കാളും എനിക്ക് റിസൾട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ക്യാമറയിൽ എനിക്ക് ഇവളെ കണ്ടിട്ട് അധികം പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ നേരിട്ട് ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഈ ഒരു ഭാഗമുണ്ട്, കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഇത്ര ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നല്ല റിസൾട്ട് ഉണ്ട്. പക്ഷേ എനിക്ക് ക്യാമറയിലും റിസൾട്ട് ഉണ്ട്, അല്ലാതെ എനിക്ക് കണ്ണടത്തോട്ട് എനിക്ക് റിസൾട്ട് തോന്നിയായിരുന്നു കേട്ടോ.
അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. റിസൾട്ട് നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ, അത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ. അത് മാത്രമല്ല എൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് യാതൊരു കെമിക്കൽസും ഇല്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് തൈര്, അരിപ്പൊടി, പിന്നെ നമ്മൾ തോരൻ വെക്കാനായിട്ട് എടുക്കത്തില്ല, നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ വെക്കാനായിട്ട് കുറച്ച് നീരങ്ങ് പിഴിഞ്ഞ് മാറ്റി വെച്ചോട്ടെ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് തേച്ചോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ. സീ യു.